നമ്മുടെ കയ്യിലുള്ള നാടൻ സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് വെക്കാവുന്ന നല്ല രുചികരമായ ഒരു ഒഴിച്ചുകൂട്ടാനാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ അതിനായിട്ട് വെള്ളരിക്ക, മാങ്ങ, മുരിങ്ങയ്ക്ക, ചക്കക്കുരു ഇതാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ പഴുത്തത് പച്ച ഏതാണേലും എടുക്കാം. ഇത് ചെറിയൊരു പഴുപ്പ്, കുറേശ്ശെ മധുരമില്ല, എന്നാലും കുറച്ച് പഴുപ്പായ ഒരു മാങ്ങയാണിത്. മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. സീസണല്ല, നമുക്ക് മാങ്ങയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പം മാങ്ങ എല്ലാം തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് പുളിങ്കറിക്കൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചക്കക്കുരു ഒരു 8 or 10 ചക്കക്കുരു മതിയാകും. കഴുകി അതെല്ലാം കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക ഒരു കഷ്ണം മുരിങ്ങയ്ക്കായും കൂടെ. ചക്കക്കുരുവിന് കുറച്ച് വേവുള്ളതുകൊണ്ട് അത് ആദ്യം നമുക്കിതങ്ങ് വേവാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചിട്ട് വേവാനായിട്ട് വയ്ക്കണം. വെള്ളരിക്ക മുഴുവൻ എടുത്തിട്ടില്ല, ചെറിയൊരു കഷ്ണം അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതൊന്ന് കുരുവും തൊലിയും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. കുമ്പളങ്ങയാണേലും മതി. ഇതെല്ലാം പെട്ടെന്ന് വേവുന്നതായതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ചക്കക്കുരുവിൻ്റെയും മുരിങ്ങക്കായുടെയും ഒക്കെ കൂടെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ഉണ്ടാകും കറിക്ക്. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിത് അരിഞ്ഞെടുക്കാം. മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ വെള്ളരിക്കയും അരിഞ്ഞ് ചേർക്കാം. എന്നും ഒരേ തരം ടേസ്റ്റൊക്കെ അല്ലേ, അപ്പോൾ നമുക്കൊരു ചേഞ്ചായിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ഈ മാങ്ങയുടെ സീസണിലൊക്കെ ആകുമ്പോൾ ധാരാളം കിട്ടുന്നതല്ലേ. ചക്കക്കുരു മുരിങ്ങയ്ക്കായും ഒക്കെ ഒരുവിധം ഒരു 3/4 വേവായി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാങ്ങയും വെള്ളരിക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പം ഒരു മുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം കുറച്ചുകൂടെ വേണ്ടി വരും, ഇത് പോരല്ലോ. കഷ്ണത്തിന് മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ചില്ലി ഫ്ലേക്സ് ഒരു എരിവിനാവശ്യം ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ മുളക് പൊടി ചേർത്താലും മതിയാവും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വേവിക്കാനായിട്ട് വയ്ക്കാം. നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കണം. അടച്ചു വെച്ച് തീ കുറച്ച് വയ്ക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് വേവാനായിട്ട് വയ്ക്കാം. ആ സമയം നമുക്ക് തേങ്ങ അരപ്പുണ്ടാക്കാം. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ജീരകം 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കഷ്ണമൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം.
മാങ്ങയൊക്കെ പിന്നെ പെട്ടെന്ന് വേവുമല്ലോ, വെള്ളരിക്കയും ചക്കക്കുരുവിൻ്റെ ഇതിൻ്റെ മുരിങ്ങയ്ക്കായി ഒന്നായാൽ മതി. കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ചാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൂട്ടാനല്ലേ, കുറച്ച് നമ്മുടെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്ര വേണോ അത്രയും. ഇനിയും ഒന്ന് സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് നല്ല രുചികരമായ ഒരു മാങ്ങാക്കൂട്ടൻ തയ്യാറാക്കാം. ഒരു 2 കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് രണ്ടും പതഞ്ഞ് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ചെറിയ തളയൊക്കെ സൈഡ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വാങ്ങി വയ്ക്കാം. ഗ്യാസ് ഓഫ് ചെയ്തു. ഇതിനും വാങ്ങി വയ്ക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കടുക് വറുക്കാം. കടുക് വറുക്കാനായിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നാടൻ കൂട്ടാനൊക്കെ വെളിച്ചെണ്ണയിൽ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നല്ലേ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഉണക്കമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 ഉലുവ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കണ്ട. പൊടി ഉണ്ടെങ്കിൽ ചേർത്താലും മതി. ഉലുവ വറുത്ത് പൊടിച്ചുണ്ടെങ്കിൽ ഒരല്പം ചേർത്താലും മതിയാകും. കരിവേപ്പില ഒരു 2 കരിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ഒരു മാങ്ങ ഒഴിച്ചുകൂട്ടാൻ ഇതുപോലെ തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഹൈപ്പ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ, എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ വിഭവം അല്ലേ. നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരേക്ക് നമുക്ക് പിന്നീട് കാണാം അല്ലേ.